എ റെക്ടാങ്കിൾ. റെക്ടാങ്കിളിന്റെ ഏരിയയും പെരിമീറ്ററും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പൊ ആദ്യം നമ്മളിത് മനസ്സിലാക്കേണ്ടത് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യാന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ആദ്യം ഇതിലേക്ക് എന്തെല്ലാം ഇൻപുട്സ് വേണ്ടി വരും, ഇതിന് എന്തെങ്കിലും ഇക്വേഷൻസ് ആവശ്യമുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. അതോടൊപ്പം തന്നെ ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ഇക്വേഷൻസ് എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ നോക്കണം. പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ ആണ് 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നുള്ളത്. അതേപോലെ തന്നെ ഏരിയ കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് ലെങ്ത് × ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇക്വേഷൻസ് കിട്ടി കഴിഞ്ഞു അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും ലെങ്ത്തും ബ്രെഡ്ത്തും എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്, ഒരു റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും എന്തായിട്ട് വരുന്നുണ്ട്, ഇതിലേക്ക് ഇൻപുട്ട് ആയിട്ട് നൽകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇൻപുട്ട് എന്തെല്ലാം നൽകണം എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായി ലഭിച്ചു. ഔട്ട്പുട്ട് എന്തായിരിക്കും, ഏരിയ കിട്ടുക, അതേപോലെ തന്നെ പെരിമീറ്റർ നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മള് ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ ഇൻപുട്ട് ചെയ്യണം. അതിന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ റെഫർ ചെയ്യാൻ വേണ്ടി, ആ വാല്യൂസിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് വേരിയബിൾസ് എടുക്കുന്നുണ്ട്. അതാണ് എല്ലും ബിയും, എൽ ആൻഡ് ബി. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പെരിമീറ്റർ, ആ ഇക്വേഷൻ വെച്ച് പെരിമീറ്റർ കാണുകയും ചെയ്യുന്നുണ്ട്, ഏരിയയും കാണുന്നുണ്ട്. ഇത് രണ്ട് കാണുമ്പോൾ നമുക്ക് പെരിമീറ്ററും കിട്ടുന്നുണ്ട്. എത്ര വെച്ചാൽ ആ ഒരു എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു സംഖ്യ. അതോടൊപ്പം തന്നെ ഏരിയ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത് നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് വേരിയബിൾസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതിനുവേണ്ടി നമ്മൾ പിയും എയും എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് എടുത്തു. ഈ വേരിയബിൾസിന് പേര് നൽകുക എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ആണ്. അത് കൂടുതലായി ഡീറ്റെയിൽസ് ആയി അതിലേക്ക് പോകുന്നുള്ളൂ. ഐഡന്റിഫൈ നമ്മൾ പ്രോഗ്രാമിംഗിലേക്ക് പോകുമ്പോൾ അതിന് ഐഡന്റിഫയേഴ്സ് എന്ന് പറയാം. അപ്പൊ തൽക്കാലം യൂസർ ഡിഫൈൻഡ് വേർഡ്സ് എന്നുള്ള മനസ്സിൽ വെക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. അപ്പൊ ഈ യൂസർ ഡിഫൈൻഡ് വേർഡ്സുകൾ എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എ ബി സി പി എൽ അല്ലെങ്കിൽ എക്സ് വൈ സെഡ് അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഏതെങ്കിലും അല്ലെങ്കിൽ കുറച്ചുകൂടി മാച്ച് ആയിട്ടുള്ള ഏതെങ്കിലും ആണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഏരിയ എക്ക് പകരമായിട്ട് ഏരിയ തന്നെ വേണമെങ്കിൽ എടുക്കാം, പിക്ക് പകരം പെരിമീറ്റർ എന്ന് വേണമെങ്കിൽ എടുക്കാം. നമ്മൾ സിമ്പിൾ ആയിട്ട് കുറച്ച് എടുത്തുള്ളൂ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഓക്കെ. പിന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചില ലിമിറ്റേഷൻസ് ഒക്കെ അതിനുണ്ട് യൂസർ ഡിഫൈൻഡ് വേർഡ്സ് നൽകുമ്പോൾ. അതൊന്നും ഇപ്പൊ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പൊ തൽക്കാലം ഈ ഒരു കുറച്ച് എക്സാമ്പിൾസ് കാണുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഏത് രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ട്. സ്റ്റെപ്പ് 1 ആയിട്ട് വരുന്നത് സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഇൻപുട്ട് എൽ, ബി, ലെങ്ത്തും ബ്രെഡ്ത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻപുട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് പി ഈക്വൽ ടു 2 × എൽ പ്ലസ് ബി എന്ന് പറയുമ്പോൾ ആ ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്തു. അപ്പൊ 2 × എൽ പ്ലസ് ബി, അവിടെ ലെങ്ത്തും ബ്രെഡ്ത്തും എല്ലും ബിയിലും കിട്ടി കഴിഞ്ഞാൽ അത് നമ്മൾ കൂട്ടിയിട്ട് ആ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത് സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് 4 ഏരിയ ഈക്വൽ ടു ലെങ്ത് × ബ്രെഡ്ത്ത് എന്നാണ് അല്ലെ. അപ്പൊ എൽ × ബി, ലെങ്ത്തിന് സൂചിപ്പിക്കാൻ എല്ലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ബ്രെഡ്ത്തിന് സൂചിപ്പിക്കാൻ ബി ആണ് എടുത്തിരിക്കുന്നത്. രണ്ട് വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ റിസൾട്ട് എയിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പൊ പെരിമീറ്ററും ഏരിയയും കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം, അത് പ്രിന്റ് ചെയ്യാം അല്ലെങ്കിൽ ഔട്ട്പുട്ട് ചെയ്യാം അല്ലെ. അപ്പൊ അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യാണ്, പ്രിന്റ് പി, എ, നെക്സ്റ്റ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇതാണ് അതിന്റെ ഒരു അൽഗോരിതം ആയിട്ട് എഴുതിയിട്ടുള്ളത്. ഇതിനെ തന്നെ പിക്ചർ റെപ്രസെന്റേഷൻ ആണ് നെക്സ്റ്റ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റാർട്ട് ടെർമിനൽ സിമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇൻപുട്ട് ഇൻസ്ട്രക്ഷൻസ് ആയത് കാരണം അത് പാരലലോഗ്രാമിൽ കൊടുത്തിരിക്കുന്നു. പിന്നെ പി ഈക്വൽ ടു അതേമാതിരി എ ഈക്വൽ ടു, ആ രണ്ട് ഇൻസ്ട്രക്ഷൻസും ഡാറ്റ പ്രോസസിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, ഡാറ്റ പ്രോസസിംഗ് ഇൻസ്ട്രക്ഷൻസുകളാണ്. അപ്പൊ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി അതിന്റെ റെക്ടാങ്കിളിൽ കൊടുത്തു. പിന്നെ എന്താ പറയാ, പ്രിന്റ് പി, എ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ അത് കാരണം അത് പാരലലോഗ്രാമിൽ നൽകി. പിന്നെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ടെർമിനൽ സിമ്പലിൽ നൽകി. അപ്പൊ ഈ ഒരു അൽഗോരിതം അതിന്റെ ഫ്ലോ ചാർട്ടും മനസ്സിലാക്കുക. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് രണ്ട് സ്റ്റുഡൻസിന്റെ ഹൈറ്റുകൾ നൽകിയിട്ട് അതിൽ ഏതാണ് ടാൾ, ഏതാണ് ഹൈറ്റ് കൂടുതലുള്ള ആള് എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പ്രോഗ്രാമാണ് അല്ലെങ്കിൽ ചെറിയൊരു പ്രോബ്ലമാണ്. അതെങ്ങനെ സോൾവ് ചെയ്യുന്നത്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള അൽഗോരിതമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, ഇതില് എന്താണ് ഇൻപുട്ട് ചെയ്യേണ്ടതായിട്ട് വരിക എന്നുള്ളത്. ഇൻപുട്ട് ചെയ്യേണ്ട രണ്ട് കുട്ടികളുടെ ഹൈറ്റ് ആയിരിക്കും ഇൻപുട്ട് ചെയ്യേണ്ടതായിട്ട് വരിക അല്ലെ. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി H1 H2 എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് റെഫർ ചെയ്യാണ്. പിന്നെ ഇവിടെ പ്രോസസ് ചെയ്യാം അല്ലെങ്കിൽ ഡാറ്റ പ്രോസസിംഗ് സ്റ്റെപ്സ് എന്നുള്ള ഉദ്ദേശം ഇവിടെ ശരിക്കും കൂട്ടലും കുറക്കലും അല്ലെങ്കിൽ ഗുണിക്കലും എന്നല്ല ഇവിടെ വരുന്നത്. ഇവിടെ എന്താണ്, കമ്പാരിസൺ ആണ് അല്ലെ. അതായത് രണ്ട് കുട്ടികളുടെ ഹൈറ്റുകളിൽ ഏതാണ് വരുന്നത്, ഏതാണ് ഒരു കമ്പാരിസൺ ആണ് നടക്കേണ്ടത്. അപ്പൊ ആ കമ്പാരിസനെ ബേസ് ചെയ്ത സ്റ്റെപ്സുകളിൽ കാണുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ ആ കമ്പാരിസൺ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്നായിരിക്കും. അപ്പൊ അൽഗോരിതം പറഞ്ഞു നോക്കാം. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സ്റ്റെപ്പ് 2 ഇൻപുട്ട് H1 H2 നമ്മൾ നേരത്തെ പറഞ്ഞത്. പിന്നെ സ്റ്റെപ്പ് 3 if H1 > H2, അവിടെ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന റിലേഷണൽ ഓപ്പറേറ്റർ ആണ് ഉപയോഗിച്ചത്. നമ്മള് ഓപ്പറേറ്റേഴ്സ് പലതരത്തിലുണ്ട്. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ, ഓപ്പറേഷനെ സഹായിക്കുന്ന സിമ്പിൾസിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഓപ്പറേഷനിലെ പാർട്ടിസിപ്പൻസിനെ പറയുന്ന പേരാണ് ഓപ്പറാൻസ്.
അതൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇത് പറയുമ്പോൾ അത് പറയാതെ പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. ഓപ്പറാൻസ്, ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്ററും ഉണ്ട് ഓപ്പറാൻസും ഉണ്ട്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷനെ സഹായിക്കുന്ന സിമ്പൽ ആണ് ഓപ്പറേറ്റർ. ഓപ്പറേഷനിലെ വരുന്ന പാർട്ടിസിപ്പൻസ് അതാണ് ഓപ്പറാൻസ്. അപ്പൊ ഇവിടെ H1 ഗ്രേറ്റർ ദാൻ H2 എന്ന് പറയുമ്പോൾ H1 ഉം H2 ആണ് ഓപ്പറാൻസ്. ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റർ. ഇപ്പൊ A പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എയും ബി ആണ് ഓപ്പറാൻസ്, പ്ലസ് ആണ് ഓപ്പറേറ്റർ എന്ന് മനസ്സിലാക്കുക. അവിടെ ഈ H1 ഗ്രേറ്റർ ദാൻ H2 ഇവിടെ കമ്പാരിസൺ നടക്കുകയാണ്. H1 H2വിനേക്കാൾ വലുതാണോ എന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോ നമ്മളിപ്പോ H1 5ഉം H2 ജസ്റ്റ് 2 നമ്പർ കൊടുക്കാന്നുള്ളൂ കേട്ടോ. ഞാൻ ഒരു എക്സാമ്പിൾ ലെവലിൽ നൽകുന്നുള്ളൂ. H1 ഞാൻ 5 കൊടുത്തു, H2 ഞാൻ 10 കൊടുത്തു വിചാരിക്കാം. അപ്പോ സ്റ്റെപ്പ് 3ല് H1 ഗ്രേറ്റർ ദാൻ H2 എന്ന് പറയുമ്പോൾ 5 ഗ്രേറ്റർ ദാൻ 10 കണ്ടീഷൻ ട്രൂ ഓഫ് ഫാൾസ്. 5 10നേക്കാൾ അല്ലെങ്കിൽ 5 10നേക്കാൾ വലുതാണെന്ന് പറയുന്നത് ഫാൾസ് അല്ലേ? അത് കാരണം അങ്ങനെയാണെങ്കിൽ ട്രൂ ആണെങ്കിൽ കാര്യം പറയണത് ദെൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് 4ല് പ്രിന്റ് H1. നമ്മുടെ എക്സാമ്പിൾ പഠിക്കട്ടെ. ഞാനിപ്പോ പറഞ്ഞിരുന്നത് ആ സ്റ്റെപ്പ് 3ല് H1 ഗ്രേറ്റർ ദാൻ H2 എന്നുള്ളത് കമ്പയർ ചെയ്യാണ്. അങ്ങനെ അത് ട്രൂ ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യാനാണ് പറയുന്നത്? സ്റ്റെപ്പ് 4ല് പ്രിന്റ് H1. സ്റ്റെപ്പ് 5ല് എൽസ്. സ്റ്റെപ്പ് 6ല് പ്രിന്റ് H2. അതല്ലെങ്കിലുള്ള കേസാണ് പറയുന്നത് H2 എന്നുള്ളതിനെ പ്രിന്റ് ചെയ്യാൻ. സ്റ്റെപ്പ് 7ല് എൻഡ് ഓഫ് ഈഫ്. പിന്നെ സ്റ്റെപ്പ് 8ല് സ്റ്റോപ്പ്. അപ്പൊ അവിടെ ഈഫ് എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? ഈഫ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അതൊക്കെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന സംഭവമാണ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു പ്രോഗ്രാമിന്റെ നോർമൽ ഫ്ലോയില് ജസ്റ്റ് ഇപ്പോ എന്താ പറയാ ഒന്ന് പരിചയപ്പെടുക ഇത്തരം വാക്കുകള് എന്താന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലാണ് വരുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമിന്റെ നോർമൽ ഫ്ലോനെ ആൾട്ടർ ചെയ്യാൻ, മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കൺട്രോൾ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് 2 തരത്തിലുണ്ട്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ്. അതിൽ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് തന്നെ പല തരത്തിലുണ്ട്. അതിൽപ്പെട്ടതാണ് ഈഫ് സ്റ്റേറ്റ്മെന്റ്, ഈഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എൽസ് ഇഫ് ലാഡർ, അങ്ങനെ പല തരത്തിലുണ്ട്. അതൊക്കെ എന്താണെന്നുള്ളതൊക്കെ വരാൻ പോകുന്നുള്ളൂ. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സുകൾ 3 നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്നാമതായിട്ട് പറയുന്നത് വൈൽ ലൂപ്പ്. പിന്നെ നെക്സ്റ്റ് വൺ ഈസ് ഫോർ ലൂപ്പ്. നെക്സ്റ്റ് വൺ ഈസ് ഡു വൈൽ ലൂപ്പ്. അതിൽ തന്നെ ലൂപ്പ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് 2 തരത്തിന്റെ രണ്ടാണ് ഞാൻ പറഞ്ഞത്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സും ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സും. കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, ഒരു പ്രോഗ്രാമിന്റെ നോർമൽ ഫ്ലോയിലെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഒരു പ്രോഗ്രാം അല്ല എഴുതിയിരിക്കുന്നത്. പ്രോഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രാമിംഗിലേക്ക് നമ്മൾ പോകുന്നുള്ളൂ. പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ലാംഗ്വേജിൽ എഴുതുന്നതിനാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോ ചെയ്തിട്ടില്ല. നമ്മളിപ്പോ അതിന്റെയൊക്കെ മുന്നോടിയായിട്ടുള്ള സ്റ്റെപ്സുകളാണ് അൽഗോരിതം ഉണ്ടാക്കല്, ഫ്ലോ ചാർട്ട് ഉണ്ടാക്കൽ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു അൽഗോരിതം ഉണ്ടാക്കലും ഫ്ലോ ചാർട്ട് ഉണ്ടാക്കലും ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമല്ല, ഒരു നിർബന്ധമല്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാം, പ്രോഗ്രാമറിന് വേണമെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്ത് ചെയ്യാം, പ്രോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാം, ഒരു പ്രശ്നമല്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങളാണ് നമ്മളിപ്പോ കുറച്ചു മുമ്പ് പറഞ്ഞത്. ഫ്ലോ ചാർട്ടിന്റെ ഗുണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? ക്ലിയർ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് അതിന്റെ ലോജിക് ഫ്ലോ എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നോർമൽ ഫ്ലോയില് മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ എന്താണ് നോർമൽ ഫ്ലോ എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇത്ര ചിന്തിക്കേണ്ടുള്ളൂ. ഒരു 10 ലൈൻ കോഡ്, 10 ലൈൻസ് ഉണ്ട് ഒരു പ്രോഗ്രാമിൽ വിചാരിക്കാം. നമ്മളിപ്പോ പ്രോഗ്രാമിംഗിലേക്ക് പോയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യാം. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിൽ 10 ലൈൻ കോഡ് ഉണ്ടെങ്കിൽ അതിന്റെ നോർമൽ ഫ്ലോ എന്ന് പറയുന്നത് ആദ്യം 1ാമത്തെ ലൈൻ, പിന്നെ 2ാമത്തെ, പിന്നെ 3ാമത്തെ, പിന്നെ 4ാമത്തെ, പിന്നെ 5ാമത്തെ, അങ്ങനെ അതാണ് നോർമൽ ഫ്ലോ എന്ന് പറയുന്നത്. അതിലെ മാറ്റം വരുത്തുക എന്നുള്ള അതിന് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മാറ്റം വരുത്തുക പറയുമ്പോൾ എന്തായാലും മാറ്റം വരുത്തുക. ഇത്ര ചിന്തിക്കണ്ടുള്ളൂ. 1ാമത്തെയും 2ാമത്തെ ഒരു എക്സാമ്പിൾ എന്നുള്ള ലെവലാണ് പറയണ്ടോ. 1ാമത്തെയും 2ാമത്തെയും സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം 3ാമത്തേന് പകരമായിട്ട് അല്ലെങ്കിൽ 3ഉം 4ഉം സ്കിപ്പ് ചെയ്തിട്ട് 5ാമത്തേന് പിന്നെ എക്സിക്യൂട്ട് ചെയ്ത് വിചാരിക്കാം. അപ്പൊ അവിടെ എന്ത് കാണുന്നു, നോർമൽ എക്സിക്യൂഷനിൽ ആൾട്ടറേഷൻ കാണുന്നു. എന്ന് പറയുമ്പോൾ മാറ്റം സംഭവിച്ചു.
അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. സംഭവിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കുക. സംഭവിച്ചാൽ അതിനെയാണ് ഇവിടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാറ്റം അതിന് വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കുന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതിൽ പെട്ട കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിൽ പെട്ട ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞു. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ പലതരത്തിൽ പറഞ്ഞ് ഈഫ് സ്റ്റേറ്റ്മെന്റ്, പിന്നെ എന്താ പറയുക ഈഫ് എൽസ്, എൽസ് ഇഫ് ലാഡർ, സ്വിച്ച് എന്ന് പറഞ്ഞു. പിന്നെ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സിൽ തന്നെ ആ പേരിൽ ഡിസിഷൻ മേക്കിംഗ് എന്നാണ് പറയുന്നത് അല്ലെ, ഡിസിഷൻ ബേസ്ഡ് ആണ് എന്ന് പറയുമ്പോൾ അവിടെ മെയിൻ ആയിട്ട് കമ്പാരിസൺസ് ആണ്. കമ്പാരിസൺസിനെ ബേസ് ചെയ്തിട്ടാണ്, ഒരു ഡിസിഷനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യണത്, അതിന്റെ ലോജിക് ഫ്ലോ, ഏത് പ്രോഗ്രാമിന്റെ ലോജിക് ഫ്ലോ ഏത് ലെവലിൽ പോകണം, ഏത് രീതിയിൽ ആ ഫ്ലോ പോകണം എന്നതിനെ കുറിച്ചിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ തൽക്കാലത്ത് മനസ്സിലാക്കാം, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്, ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ അപ്പൊ നമ്മൾ ഈ കാണുന്ന എക്സാമ്പിളില് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ലെവലിലാണ് ഈ അൽഗോരിതം തയ്യാറാക്കിയിട്ടുള്ളത് മനസ്സിലാക്കാം. അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈഫ് എൽസ് എന്ന് പറയുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് മനസ്സിലാക്കാം. നമ്മൾ പറഞ്ഞു ഈഫ് എൽസ് എന്ന് പറയുന്നത് ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ ആണെന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു ഡിസിഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അതിന്റെ ലോജിക് ഫ്ലോ തീരുമാനിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഈഫ് h1 greater than h2, h1 greater than h2. അല്ലെങ്കിൽ നമുക്ക് വേറെ ഇപ്പോ നിങ്ങൾ സെലക്ഷന്റെ സ്ട്രക്ചർ നമ്മൾ ഇപ്പൊ കാണുന്നുണ്ട്, സെലക്ഷൻ സ്ട്രക്ചർ. അതിൽ പറയുന്നുണ്ട് ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും, ആ കണ്ടീഷന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ട്രൂ ആണെങ്കിൽ അതിന്റെ ലോജിക് ഫ്ലോയിൽ മാറ്റം വരുന്നു, ഫാൾസ് ആണെങ്കിൽ വേറെ രീതിയിലാണ് ലോജിക് ഫ്ലോ പോണത്. അപ്പൊ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് വ്യത്യാസം ഉണ്ടാകും, ഫാൾസ് ആവുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിക്കുക, ഒരേ സമയം അവിടെ സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം എന്ത് ചെയ്യുന്നില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല എന്നർത്ഥം. അറ്റ് എ ടൈം ഏതെങ്കിലും ഒന്നേ എന്ത് ചെയ്യുള്ളൂ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 1, ഫാൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2, രണ്ടും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല എന്നർത്ഥം. അതാണ് ഈ സെലക്ഷൻ സ്ട്രക്ചറിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള സെലക്ഷൻ സ്ട്രക്ചറിന്റെ ഒരു ഫ്ലോ അവിടെ ആണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ഇപ്പൊ ഈ നൽകിയതിന്റെ തന്നെ ഒരു ഫ്ലോ ചാർട്ട് രൂപമാണ് ഇവിടെ നൽകുന്നത്. ഫ്ലോ ചാർട്ട് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതായത് കണ്ടീഷൻ ഉണ്ടാവും, നേരത്തെ പറഞ്ഞതേപോലെ തന്നെ കണ്ടീഷൻ ഉണ്ടായിരിക്കും, ആ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. അതാണ് അവിടെ യെസ് നോ ആണ് കൊടുത്തിരിക്കുന്നത്. ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക് ആണ് എക്സിക്യൂട്ട് ചെയ്യുക, ഫാൾസ് ആണെങ്കിൽ ഫാൾസ് ബ്ലോക്ക് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. അതിനുശേഷം നോക്കിയാൽ രണ്ടിനും ശേഷം വരുന്നത് ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ് പിന്നെ ആരോ മാർക്ക് വരുന്നത്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു ബ്ലോക്ക് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ എന്ന് അർത്ഥം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു അൽഗോരിതം ഒന്ന് നോക്കി നോക്കുക. ഈ അൽഗോരിതം വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, h1 greater than h2, h1 h2വിനേക്കാൾ വലുതാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അതാണ് കണ്ടീഷൻ അവിടെ. ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒന്നുകിൽ ട്രൂ ആയിരിക്കാം അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കാം. ട്രൂ ആണെങ്കിലാണ് പറയുന്നത് സ്റ്റെപ്പ് 4 പ്രിന്റ് h1 എന്ന് പറയുന്നത്. ഫാൾസ് ആണെങ്കിൽ സ്റ്റെപ്പ് 4 എന്ത് ചെയ്യുന്നില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. അതിനുശേഷം ഫാൾസ് ആണെങ്കിൽ എന്താണ് സ്റ്റെപ്പ് 5ലേക്ക് വരുന്നതും, എൽസ് പാർട്ടിൽ എന്താണ് സ്റ്റെപ്പ് 6 പറയുന്നത് പ്രിന്റ് h2, അതാണ് പിന്നെ എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ട്രൂ ആണെങ്കിൽ ഇവിടെ കണ്ടീഷൻ ആണ് h1 greater than h2 എന്ന് പറയുന്നത്, അത് ട്രൂ ആണെങ്കിൽ സ്റ്റെപ്പ് 4 ആണ് എക്സിക്യൂട്ട് ചെയ്യുക, ഫാൾസ് ആണെങ്കിൽ സ്റ്റെപ്പ് 6 ആണ് എക്സിക്യൂട്ട് ചെയ്യുക. ഇവിടെ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത്, രണ്ടും ഒരിക്കലും ഒരുമിച്ച് എന്ത് ചെയ്യില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല. അതായത് സ്റ്റെപ്പ് 4ഉം സ്റ്റെപ്പ് 6ഉം ഒരുമിച്ച് എന്ത് ചെയ്യില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല. ഏതെങ്കിലും ഒന്ന് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ എന്ന് അർത്ഥം. ആ ഒരു അൽഗോരിതം വെച്ച് നോക്കി നോക്കുക. സ്റ്റാർട്ട് ഇൻപുട്ട് h1 h2, ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റ് കാരണം പാരലലോഗ്രാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കണ്ടീഷൻ ആണ്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കാരണം തന്നെ അത് റോംബസ് എന്ന് പറയുന്ന സിമ്പലിലാണ് നൽകിയിട്ടുള്ളത്. അപ്പൊ അത് ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആവാം. ട്രൂ ആണെങ്കിൽ പ്രിന്റ് h1 എന്നുള്ളതിലേക്കാണ് പോകുന്നത്, ഫ്ലോ പോകുന്നത്. അല്ലെങ്കിലാണ് പ്രിന്റ് h2ലേക്ക് ഫ്ലോ പോകുന്നത്. രണ്ടും കൂടി ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്, സ്റ്റോപ്പിന്റെ തൊട്ട് മുൻപിലായിട്ട് മുകളിലായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് സ്റ്റോപ്പ് എന്നുള്ള ഇതിലേക്കാണ് പോകുന്നത്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ വെച്ച് നോക്കി നോക്കുന്നത്, h1 h2 എന്നുള്ളതിലേക്ക് ഞാൻ 5 10 എന്ന് കൊടുത്തു. h1ന് 5ഉം h2ന് 10ഉം രണ്ട് വാല്യൂസ് കൊടുത്തു, അത്ര മാത്രമേ ഉള്ളൂ. അതില് h1 greater than h2 എന്നുള്ളത് ചെക്ക് ചെയ്യുമ്പോൾ 5 greater than 10 എന്ന് പറയുമ്പോൾ 5 10നേക്കാൾ വലുതാണെന്ന് പറയുന്നത്. കണ്ടീഷൻ എന്താണ്, ഫാൾസ് ആണ് അല്ലെ. കണ്ടീഷൻ ഫാൾസ് ആണ്. കണ്ടീഷൻ ഫാൾസ് ആയത് കാരണം തന്നെ
എന്താണ് നോ എന്ന് പറയുന്ന അതിലേക്കാണ് അല്ലെങ്കിൽ ആ ലെവലിലേക്കാണ് പിന്നെ പോവുക. അപ്പൊ അവിടെ പ്രിന്റ് H2 എന്നാ പറയുന്നത്. പ്രിന്റ് H2 എന്ന് പറയുമ്പോൾ H2 എന്താണ് 10 ആണുള്ളത്. അപ്പോൾ 10 പ്രിന്റ് ചെയ്യും. ഇനി നമുക്ക് വേറെ എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്. H1 10 കൊടുത്തു, H2 5 കൊടുത്തു എന്ന് വിചാരിക്കാം. H1 10 കൊടുത്തു, H2 5 നൽകി. അപ്പോൾ അവിടെ കണ്ടീഷൻ ഒക്കെയാണ് H1 എടുത്താൽ H2 എന്ന് പറയുമ്പോൾ ട്രൂ ആണ് അല്ലെ. കണ്ടീഷൻ ട്രൂ ആണ്. 10 5 വലുതാണെന്ന് പറയുന്നത് ട്രൂ ആണ്. സ്വാഭാവികമായിട്ടും എസ് എന്ന് പറയുന്ന പാർട്ടിലേക്കാണ് പോകുന്നത്. പ്രിന്റ് H1 അവിടെ H1 ആണ് പ്രിന്റ് ചെയ്യുന്നത്. നേരെ താഴത്തേക്ക് വരുമ്പോൾ സ്റ്റോപ്പ് അവിടെ വെച്ച് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ രണ്ടും ഒരുമിച്ച് എന്ത് ചെയ്യുന്നില്ല, എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. പ്രിന്റ് H1 പ്രിന്റ് H2 ഒരിക്കലും എന്ത് ചെയ്യില്ല, ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല മനസ്സിലാക്കാം. പിന്നെ ഈ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ H1 H2 എന്ന് പറയുമ്പോൾ രണ്ട് വാല്യൂസ് നൽകിയിട്ടപ്പോ ഞാൻ പറഞ്ഞു 5 10. അപ്പോ അതിന്റെ മീനിങ് എന്താന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് അതേമാതിരി ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, അങ്ങനെ പല സംഭവങ്ങളും ഇനി വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അത് കാലം മനസ്സിലാക്കി വെക്കുക. ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് കുറച്ചൊരു ബേസിക് ഉള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 5 2 എന്ന് പറയുമ്പോൾ 5 2 വലുതാണ് എന്നാണ് അതിന്റെ മീനിങ് അല്ലെ. പിന്നെ അതിനൊരു ഞാൻ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പൊ 5 2 എന്ന് എഴുതുമ്പോൾ അവിടെ ഗ്രേറ്റർ ദാൻ എന്നുള്ള ഭാഗത്ത് ആ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, ഗ്രേറ്റർ ദാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾ, അവിടെ വാ പൊളിച്ച് ഞാൻ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറയണേ. വാ പൊളിച്ച് നിൽക്കുന്ന ഭാഗം, ആ സിമ്പിളില് വാ പൊളിച്ച് നിൽക്കുന്ന ഭാഗത്ത് ഇപ്പൊ അവിടെ 5 ആണ് ആ ഒരു ഭാഗത്ത് വന്നിരിക്കുന്നത് അല്ലെ. അവിടെ വലുത് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമ്പയർ ചെയ്യുന്ന രണ്ട് സംഖ്യകളിൽ ആ ഭാഗത്ത് വലുത് വന്നിട്ടുണ്ടെങ്കിൽ അത് ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. ഇപ്പൊ 5 2 എന്ന് പറയുമ്പോൾ അവിടെ 5 ആണ് വാ പൊളിച്ചിരിക്കുന്ന ഭാഗത്ത് വലുത് വന്നിട്ടുള്ളത്. അപ്പൊ അത് ട്രൂ ആണ് അല്ലെ. 5 2 വലുതാണ്. നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് വെച്ച് നോക്കാം. 2 5 എന്ന് പറയുമ്പോൾ അപ്പൊ അവിടെ വാ പൊളിച്ചിരിക്കുന്നിടത്ത് 2 ആണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ 2ഉം 5 ആണ് അവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പൊ അവിടെ ചെറിയ സംഖ്യയാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും, ഫാൾസ് ആയിരിക്കും. ഇനി ജസ്റ്റ് അതിന്റെ മീനിങ് നോക്കാം. 2 5 എന്ന് പറയുമ്പോൾ 2 5 വലുതാണ്, തെറ്റല്ലേ? അപ്പൊ ഫാൾസിലെ വരിക. മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഐഡിയ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പോ ഈ ഒരു എക്സാമ്പിൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 3.5 ടു പ്രിന്റ് ദീസ് നമ്പേഴ്സ് ഫ്രം 1 to 100. 1 മുതൽ 100 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്സ് എഴുതാണ്, അല്ല അൽഗോരിതം ഏതാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം 1 മുതൽ 100 വരെ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ള കൺസെപ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 1ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ലൂപ്പ് എന്താണെന്നുള്ളത് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു. ലൂപ്പ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സിനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഇതിനാണ് എന്ത് പറയുന്നത്, ലൂപ്പ് എന്ന് പറയുന്നത്. ലൂപ്പ്, ഈ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സിൽ പലതരത്തിലെന്ന് നമ്മൾ പറഞ്ഞു. വൈൽ ലൂപ്പ് ഉണ്ട്, ഡു വൈൽ ലൂപ്പ് ഉണ്ട്, ഫോർ ലൂപ്പ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുള്ളൂ. നമ്മൾ ഇതൊക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അൽഗോരിതം ഫ്ലോ ചാർട്ട്സ് ഒക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത് പറയാതെ ഇവിടെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നിങ്ങൾക്ക് ഒരു ലൂപ്പിംഗ് കൺസ്ട്രക്ട് ഇവിടെ കാണുന്നുണ്ട്. ലൂപ്പിംഗ് കൺസ്ട്രക്ട് അത് നമ്മളിപ്പോ നേരത്തെ സെലക്ഷൻ സ്ട്രക്ചർ കണ്ട പോലെ തന്നെ ഇവിടെ ലൂപ്പിംഗ് കൺസ്ട്രക്ട് കാണുന്നുണ്ട്. എങ്ങനെ ലൂപ്പ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒരു ലൂപ്പ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ലൂപ്പ് എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ആളുകൾ വരുന്നുണ്ട്. ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉണ്ടാവും. ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിൾ അത് മനസ്സിലാക്കാൻ കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യുമെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന പ്രതീക്ഷിക്കുന്നു. ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉണ്ടാവും. ആ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ലഭിക്കുന്ന വാല്യൂവിനനുസരിച്ചിട്ടാണ് ആ സമയത്ത് ലൂപ്പ് മുന്നോട്ട് പോകണോ വേണ്ട, അല്ലെങ്കിൽ വർക്ക് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. എങ്ങനെയാണെന്നൊക്കെ നമുക്ക് എക്സാമ്പിൾ വെച്ച് പറയാം. ഓക്കെ. പിന്നെ നമ്മൾ പറയുന്നത് ഏതൊരു ലൂപ്പിലും ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ചെക്കിംഗ് ചെയ്യുമ്പോൾ അതിനൊരു ആൻസർ ട്രൂ ഓർ ഫാൾസ് എന്നുള്ള റിസൾട്ടാണ് നമുക്ക് ലഭിക്കുക. നമ്മള് അങ്ങനെ ലഭിക്കുന്ന കണ്ടീഷനിൽ അപ്പൊ ഓക്കെ ഒരു ലൂപ്പ് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ പറഞ്ഞതൊക്കെയാണ്, ഒരു ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കണ്ടീഷൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ഒരു ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കും. എന്ന് പറയുമ്പോൾ ലൂപ്പ് തുടങ്ങുന്നതിന് മുൻപായിട്ട് ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ഒരു സ്റ്റാർട്ടിംഗ് വാല്യൂ ലഭിക്കണം, അതായത് നമ്മൾ നൽകണം. അതാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ വേറെ പറയുന്നത് ബോഡി ഓഫ് ദി ലൂപ്പ് എന്നാണ്. അതായത് കണ്ടീഷൻ ട്രൂ ആണ്, ഒക്കെ ഓക്കെ ആണെങ്കിൽ എന്താണ് ആ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, അതാണ് ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പിന്നെ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവാം.
എന്ന് പറയുമ്പോൾ ഓരോ തവണ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ലൂപ്പ് കൺട്രോൾ വേരിയബിളിന്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ, അത് എക്സാമ്പിൾ വെച്ച് നമുക്ക് പറയാം. അപ്പൊ കുറച്ചും ക്ലിയർ ആവും. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ക്ലിയർ ആയി, വെറുതെ ഞാൻ പറഞ്ഞു പോകുമ്പോൾ അത്ര ക്ലിയർ ആയി പോകണമെന്നില്ല. ഇവിടെ നമ്മൾ കാണുന്ന ലൂപ്പിംഗ് സ്ട്രക്ചറിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ആ കണ്ടീഷൻ എന്ത് ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. അത് ട്രൂ ആണെങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നു. വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട്. ഇത് ഇങ്ങനെ ഒരു സൈക്കിൾ പോലെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഏത് വരെ? കണ്ടീഷൻ ഫാൾസ് ആവുന്നത് വരെ. കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എക്സിക്യൂട്ട് ചെയ്യുന്നത് വേറെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ പ്രോഗ്രാമിൽ വേറെ, അല്ലെങ്കിൽ നമ്മുടെ അൽഗോരിതത്തിൽ എന്താണെന്നുള്ളത് വേറെ അടുത്ത സ്റ്റെപ്പ് അവിടെ പറയുന്നുണ്ടാവും. ഇതിന്റെ തന്നെ ഒരു പിക്ചർ ഫ്ലോ ചാർട്ട് ആയിട്ട് പറയുന്നത്, ഫ്ലോ ചാർട്ട് ഓഫ് ലൂപ്പിംഗ് ആണ് കൊടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞു ലൂപ്പ് ആകുമ്പോൾ ഒരു ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. എന്ന് പറയുമ്പോൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഒരു സ്റ്റാർട്ടിംഗ് വാല്യൂ നൽകണം. അത് നമ്മൾ നൽകുന്ന വേണം. ഓക്കെ, അതാണ് ഇനീഷ്യലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ കണ്ടീഷൻ, ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ട്രൂ ഓർ ഫാൾസ് ആയിരിക്കാം. ട്രൂ ആണെങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്ഡേഷൻ നടക്കുന്നു. വീണ്ടും എക്സിക്യൂട്ട്. ഇത് ഇങ്ങനെ ഏതൊരു സൈക്കിൾ പോലെ ഏതുവരെ? കണ്ടീഷൻ ഫാൾസ് ആകുന്നത് വരെ. കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ചെയ്യേണ്ടത് വേറെ എന്താണോ അതിന്റെ നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് വെച്ചാൽ അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പൊ നമുക്ക് അൽഗോരിതത്തിലേക്ക് തന്നെ വരാം. അൽഗോരിതത്തിൽ പറയുന്നത് സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്, സ്റ്റെപ്പ് 2 n = 1. അവിടെ n എന്ന് പറയുന്നതാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആയിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള വേരിയബിളിന്റെ പേര് കൊടുക്കാം. ഇവിടെ n ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ n = 1 എന്ന് പറഞ്ഞാൽ അതാണ് ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ്. ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ഒരു സ്റ്റാർട്ടിംഗ് വാല്യൂ നൽകി. അവിടെ 1 കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ചോദിച്ചത് എന്താണ്, 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതാണ് 1 എടുക്കാൻ കാരണം. നേരെ മറിച്ച് 10 മുതൽ 100 വരെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അവിടെ ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ n = 10 ആണ് കണ്ടത്. കാരണം 10 മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെയാണ് അതിന്റെ ഒരു ആ ലെവലിൽ ചിന്തിച്ചാൽ മതി. സ്റ്റെപ്പ് 3 പറയുന്നത് പ്രിന്റ് ചെയ്യാൻ. അപ്പൊ എന്തായി, n ൽ ഇപ്പൊ 1 ആണുള്ളത് അല്ലെ, 1 പ്രിന്റ് ചെയ്തു. സ്റ്റെപ്പ് 4 n = n+1. അതാണ് അവിടെ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ പ്രിന്റ് എന്ന് പറയുന്ന സ്റ്റെപ്പ് 3 ആണ് അവിടെ ബോഡി ഓഫ് ലൂപ്പ് ആയിട്ടും. സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5 ഇത്രയും കാര്യങ്ങളാണ് അവിടെ ബോഡി ഓഫ് ദി ലൂപ്പ് ആയിട്ട് പറയുന്നത്. അവിടെ ലൂപ്പിന്റെ ആളുകളായിട്ട് പറയുന്നത്. പിന്നെ സ്റ്റെപ്പ് 4 n = n+1 പറയുമ്പോൾ അവിടെ അപ്ഡേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ് നടക്കുന്നത്. ലൂപ്പ് ഞാൻ പറഞ്ഞു ഓരോ തവണ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും എന്ത് നടക്കണം, ലൂപ്പ് കൺട്രോൾ വേരിയബിളിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാൻ, ഇൻക്രിമെന്റ് ഓർ ഡിക്രിമെന്റ് എന്തെങ്കിലും അപ്ഡേഷൻ നടക്കണം, കൂടുകയോ കുറയുകയോ ചെയ്യണം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ലോജിക്കിനനുസരിച്ച് നമ്മളോട് നൽകുക ചെയ്യാം. n = n+1 എന്ന് പറയുമ്പോൾ n-ന്റെ വാല്യൂ 1 ഉണ്ടായത് എന്തായി, n+1 1 + 1 2 ആയി. ആ 2-നെ n-ലേക്ക് തന്നെ സ്റ്റോർ ചെയ്യാം. എന്ന് പറയുമ്പോൾ n-ൽ 1 മാറിയിട്ട് എന്തായി, 2 ആയി എന്നർത്ഥം. സ്റ്റെപ്പ് 5 എന്താ പറയുന്നത്, ഇഫ് n < ≤ 100, n-ന്റെ വാല്യൂ, n-ലുള്ള വാല്യൂ 100 ≤ എന്ന് പറഞ്ഞ സിമ്പിൾ വന്നിരിക്കുന്നത്. അവിടെ ചെറുതോ തുല്യമോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ചെറുതായാലും തുല്യമായാലും ആ കണ്ടീഷൻ ട്രൂ ആവും. ഓക്കെ, നോക്കിയോ നമുക്ക് < ≤ 100 n-ല് ഇപ്പൊ ഉള്ളത് 2 ആണുള്ളത്. അപ്പൊ 2 < ≤ 100 എന്ന് പറയുമ്പോ 2 100-നേക്കാൾ ചെറുതോ തുല്യമോ? ചെറുതല്ലേ, ചെറുതാണല്ലോ അല്ലെ, 100-നേക്കാൾ ചെറുതാണല്ലോ 2 പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു വാ പൊളിച്ചു നിൽക്കുന്ന ഭാഗത്ത് വലുത് വന്നോ നോക്കിയാൽ മതി പറഞ്ഞു. 2 < ≤ 100 എന്ന് പറയുമ്പോൾ വാ പൊളിച്ചിരിക്കുന്ന ഭാഗത്ത്, ആ സിമ്പിളിന്റെ വാ പൊളിച്ചിരിക്കുന്ന ഭാഗത്ത് വലുതന്നല്ലേ വന്നിരിക്കുന്നത്, 100 വന്നിരിക്കുന്നത്. അപ്പൊ ട്രൂ ആണ്. അത് ഞാൻ മനസ്സിലാക്കാനുള്ള എളുപ്പവഴി പറഞ്ഞുള്ളൂ. നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 < = 100 എന്ന് പറയുമ്പോൾ 2 100-നേക്കാൾ ചെറുതോ തുല്യമോ ആണ്, ചെറുതാണ്, അത് കാരണം ട്രൂ ആണ്. അപ്പൊ ട്രൂ ആണെങ്കിൽ എന്താ പറയുന്നത്, then go to step 3. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് 3-ലേക്ക് പോകാനാ പറയുന്നത്. ഫാൾസ് ആണെങ്കിൽ പോകണ്ട, ട്രൂ ആണെങ്കിൽ മാത്രം പോയാൽ മതി. അപ്പൊ സ്റ്റെപ്പ് 3-ൽ എന്താ പറയുന്നത്, പ്രിന്റ് n. വീണ്ടും n-ൽ പ്രിന്റ് ചെയ്യാനാ പറയുന്നത്. n-ൽ ഇപ്പൊ എന്താ 2 ആണുള്ളത്. അപ്പൊ 2 പ്രിന്റ് ചെയ്തു. സ്റ്റെപ്പ് 4 n = n+1 2 + 1 3 ആയി. പിന്നെ സ്റ്റെപ്പ് 5 if n < ≤ 100 3 < ≤ 100 3 100-നേക്കാൾ ചെറുതോ തുല്യമോ? ട്രൂ ആണ്. അങ്ങനെ വീണ്ടും സ്റ്റെപ്പ് 3-ലേക്ക് പോകാനാ പറയുന്നത്. ഇതിങ്ങനെ ഏത് വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, 100 വരെ പോകും. n-ന്റെ വാല്യൂ 100 ആയി കഴിഞ്ഞാലും < = 100, n-ന്റെ വാല്യൂ 100 എത്തിയെന്ന് എഴുതുക. 100 < ≤ 100 എന്ന് വരിക. അപ്പൊ ഈക്വൽ ടു ആണ് അവിടെ അല്ലെ, എന്ന് പറയുമ്പോൾ അപ്പോഴും തുല്യമാണ്. ചെറുതോ തുല്യമോ?
തുല്യമാണ്, അപ്പോഴും ട്രൂ ആണ്. പിന്നെ 101 ആവുമ്പോൾ എന്നിന്റെ വാല്യൂ വീണ്ടും ഇൻക്രിമെന്റ് ചെയ്ത് 101 ആവുമ്പോഴാണ് എന്ത് സംഭവിക്കുക, ആ കണ്ടീഷൻ ഫാൾസ് ആവുന്നത്. അത് വരുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്ത് കിട്ടിയില്ലേ? അപ്പൊ ഫാൾസ് ആയി കഴിഞ്ഞാല് സ്റ്റെപ്പ് 7 സ്റ്റോപ്പ്. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റോപ്പ് ചെയ്യുന്നത് എന്നർത്ഥം. ഇതിന്റെ ഫ്ലോ ചാർട്ട് ആണ് പറയുന്നത്. സ്റ്റാർട്ട് n=1 ഇനീഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ പ്രിന്റ് n പ്രിന്റ് ചെയ്തു. ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ ആയത് കാരണമാണ് പാരലോഗ്രാമിൽ കൊടുത്തിരിക്കുന്നത്. n=1 എന്ന് പറയുന്നത് അവിടെ ആ രണ്ടാമത്തെ സ്റ്റെപ്പിലുണ്ട് n=1. ആ n=1 എന്നാണ് എന്താ ഉദ്ദേശിക്കുന്നത്, 1 എന്ന് പറഞ്ഞ വാല്യൂവിനെ എന്നിലേക്ക് അസൈൻ ചെയ്യാണ്, സ്റ്റോർ ചെയ്യാണ്. എന്ന് പറയുമ്പോൾ അത് എന്തൊരു ഡാറ്റ പ്രോസസിംഗ് സ്റ്റെപ്പ് ആയിട്ടാണ്, അല്ലെങ്കിൽ പ്രോസസിംഗ് സ്റ്റെപ്പ് ആയിട്ടാണ് കണക്കാക്കേണ്ടത്. അതുകൊണ്ടാണ് അത് റെക്ടാങ്കിൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ പ്രിന്റ് പ്രിന്റ് ചെയ്തു. n=n+1 എന്നിന്റെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. പിന്നെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാണ്, തേർഡ് സ്റ്റെപ്പിലേക്ക് പോകണം. അപ്പൊ വീണ്ടും പ്രിന്റ് പ്രിന്റ് ചെയ്യും. ഇപ്പൊ ഈ പറഞ്ഞ അതേ സംഭവം തന്നെ. അപ്പൊ അതിങ്ങനെ സൈക്കിൾ രൂപത്തിൽ എന്ത് ചെയ്യും, ആ കണ്ടീഷൻ ഫാൾസ് ആകുന്നത് വരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫാൾസ് ആയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് എന്ന് പറയുന്ന അതോടെ കംപ്ലീറ്റ് ആയി എന്നർത്ഥം. ഞാൻ അടിയിലേക്ക് ഇപ്പൊ ഈ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഈ ഒരു അൽഗോരിതത്തിൽ അത്രേ ഉള്ളൂ. അതിന്റെ അപ്പുറം അടിയിലേക്ക് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ അത് എക്സിക്യൂട്ട് ചെയ്യും എന്നർത്ഥം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ലൂപ്പിനെ കുറിച്ചിട്ടും എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോ